ഹായ് ഓൾ, ഓപ്പൺ ഔട്ട് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഖിലേഷ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സ്. ഏതൊക്കെയാണ്? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റും മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഈ കറൻറ്റും. അതായത് ഏതൊക്കെയാണ് വൈദ്യുതിയുടെ പ്രധാനപ്പെട്ട ഫലങ്ങൾ ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ വൈദ്യുതിയുടെ കാന്തിക ഫലം ഏതൊക്കെയെന്ന് പഠിക്കുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഞാൻ ഇന്ന് എല്ലാം ഒന്ന് ഓടിച്ച് പറയും, അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ള കാര്യമാണ്. അതായത് എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വി ആർ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് എനർജി. നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല? ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലേ? അതേ സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, വി ഹാവ് ടു കൺവേർട്ട് എനർജി ഫ്രം വൺ ഫോം ടു അനദർ. അപ്പോൾ ഡെഫിനിഷൻ എങ്ങനെയാണ്? മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. എനർജി ക്യാൻ neither be created not to be destroyed. It can be transformed from one form to another. ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. എന്തിനു പറ്റും? അതിനെ ഒരു ഊർജ്ജ രൂപത്തിൽ നിന്നും മറ്റൊരു ഊർജ്ജ രൂപമാക്കി മാറ്റാം. പ്രധാനപ്പെട്ടതായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ഫാനിൻ്റെ പിക്ചർ തരും അല്ലെങ്കിൽ ഒരു ജനറേറ്ററിൻ്റെ പിക്ചർ തരും, എന്നിട്ട് പറയും ജനറേറ്ററിലുള്ള എനർജി കൺവേർഷൻ എങ്ങനെയാണെന്ന്. എന്താണ് ജനറേറ്റർ? Generator is a device which produce electricity. It's convert mechanical energy to electrical energy. എന്താണ് യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജയ്ക്ക് മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ. ഫാൻ അറിയാലോ. ഫാൻ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്താണ് കറൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലോ ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ഫ്രോം വൺ പോയിന്റ് ടു അനദർ ഈസ് നോൺ ആസ് കറൻറ്റ്. നമുക്കറിയാലോ. ഈ കറൻറ്റിൻ്റെ യൂണിറ്റ് മനസ്സിലാക്കി വെക്കണം. ആംപിയർ ആണ് യൂണിറ്റ്. കറൻറ്റ് അളക്കുന്ന ഡിവൈസാണ് അമ്മീറ്റർ. മാറിപ്പോകരുത്. എ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ട് വരച്ച് കഴിഞ്ഞിട്ട് അതിലൊരു വട്ടത്തിൽ എ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഏതാണ്? അമീറ്റർ ആണ്. അതേ സമയത്ത് വോൾട്ട് വി എഴുതി ഇങ്ങനെ ഇത് എന്താണത്? വോൾട്ടിമീറ്റർ ആണ്. ഇപ്പം ഞാൻ സൂചിപ്പിക്കുകയാണ് എന്താണ് വോൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ. വോൾട്ടിമീറ്റർ ഇസ് എ ഡിവൈസ് വിച്ച് ഇസ് യൂസ്ഡ് ടു മെഷർ വോൾട്ടേജ്. വോൾട്ടത അളക്കുന്ന ഉപകരണമാണ് എന്ത്? വോൾട്ടിമീറ്റർ. പിന്നെ ഒന്നുകൂടി ഉണ്ട്, ജി. ഇതെന്താ? ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? ഗാൽവനോമീറ്റർ ഇസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ കറൻറ്റ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. നമുക്ക് അമീറ്റർ ഉപയോഗിച്ചാലും കറണ്ട് അളക്കാൻ പറ്റും, പക്ഷേ ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ കറണ്ടിൻ്റെ ദിശ നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, I is equal to Q/T എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജുകളുടെ പ്രവാഹമാണ് നിശ്ചിത സമയത്തിൽ. അപ്പോൾ Q/T. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജുകളുടെ എണ്ണം, നമ്പർ ഓഫ് ചാർജസ്. T is ടൈം. അപ്പോൾ മറ്റൊരു കാര്യം കൂടി ചോദിക്കും, ദ യൂണിറ്റ് ഓഫ് ചാർജ്. ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? അത് നിങ്ങൾ പഠിച്ചു വെച്ചതാണ്. ദാറ്റ് ഈസ് കൂളുംബ്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വൺ വേർഡ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാറില്ലേ, യൂണിറ്റ് ചോദിക്കാറില്ല. അപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതൽ ക്വസ്റ്റ്യൻ ആണ്, വിട്ട് കളയരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ജൂൾസ് ലോ. ജൂൾസ് ലോ ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന പ്രോബ്ലം സെക്ഷൻ. എന്താണ് ജൂൾസ് ലോ? When electricity passing through a conductor, what happen? The conductor produce heat. അപ്പോൾ എങ്ങനെ പഠിക്കണം? The heat produced by electricity in a conductor is equal to the product of the square of the current passing through it, the resistance of the material and time of flow of current. അതായത് ഒരു ചാലകത്തിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ്, ഞാൻ കറണ്ടാട്ടോ എഴുതിയത്, കറണ്ടാണ് കടന്നു പോകുന്നത്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും കടന്നു പോകുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് H=I²RT എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ശരിയല്ലേ? കൂടാതെ രണ്ട് ഇക്വേഷൻസ് വേറെയുണ്ട്, അതും പ്രധാനമായിട്ട് പഠിച്ചു വെക്കണം. അത് ഏതൊക്കെയാണ്? H is equal to V²T/R, അതേസമയം H=VIT. H എന്ന് പറഞ്ഞാൽ ഭയങ്കര വിറ്റാണ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനും പഠിക്കണം.
ഇനി ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? കാരണം ജൂൾ നിയമത്തിൽ നമ്മൾ ഉറപ്പായിട്ടും പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗിവൺ പോയിന്റ്സ്. ഇപ്പോൾ നമ്മളോട് വോൾട്ടേജ് തന്നു, ഇപ്പോൾ 200 വോൾട്ട് ആണ് ഡിവൈസിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം V = എടുത്ത് എഴുതണം. കറണ്ട് തന്നാൽ കറണ്ട് എടുത്ത് എഴുതണം. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. അതുകൊണ്ട് തന്നെ 0.2 ആംപിയർ കറണ്ടാണ് സർക്യൂട്ടിൽ കൂടി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംപിയർ എന്ന് പറയുന്ന യൂണിറ്റ് മനസ്സിലാക്കിയിട്ട് വേണം അത് കറണ്ട് ആണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ. സോ I = 0.2 ആംപിയർ എന്ന് കിട്ടുന്നു. വോൾട്ടേജ് നമ്മൾ എഴുതി. എന്നിട്ട് നമ്മളോട് പറയുകയാണ് റെസിസ്റ്റൻസ് കാണണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഹീറ്റ് നമുക്ക് തന്നു. ഇതൊരു 2000 ജൂൾ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേപോലെ ടൈമൊക്കെ തന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ടൈം കാണാൻ തന്നു വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 4 ആൾക്കാരും വരുന്ന ഇക്വേഷൻ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. നോക്കൂ, H-ഉം V-യും I-യും T വരുന്ന ഇക്വേഷൻ. ഞാൻ പറഞ്ഞത് കാണേണ്ട ആൾ ആരാണോ അയാളെ കൂടി എന്ത് ചെയ്യണം? നമ്മൾ എഴുതി വെക്കണം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പം ഏത് ഉപയോഗിക്കാം? H-ഉം V-യും ആയിട്ട് തന്നെ H = V² VIT ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലം ചെയ്യാം. ആ രീതിയിൽ ചെയ്തു വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, പ്രോബ്ലം എഴുതി കഴിഞ്ഞാൽ ഉത്തരത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും യൂണിറ്റ് എഴുതിയിട്ടുണ്ടാവണം. യൂണിറ്റ് എഴുതിയേ മതിയാവുള്ളൂ. നമ്മൾ ടൈമാണ് കാണുന്നതെങ്കിൽ സെക്കൻഡാണ് യൂണിറ്റ്, ഹീറ്റാണ് കാണുന്നതെങ്കിൽ ജൂളാണ് യൂണിറ്റ്, വോൾട്ടേജിൻ്റെ V ആണ്, ആംപിയറിൻ്റെത് കറണ്ടിൻ്റെത് ആംപിയർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? റെസിസ്റ്റേഴ്സിനെ പറ്റിയാണ്. അതിനു മുമ്പേ ഒന്ന് പറയാണ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഏതാണ്? ഓം ആണ്. ഏതാണ്? ഓം. റെസിസ്റ്റൻസിന് നമുക്ക് സീരീസ് ആയിട്ടും അതേപോലെ തന്നെ പാരലലായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ. ഈ 2 രീതിയിലും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഈ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന സഫല പ്രതിരോധം എത്രയാണെന്നും, അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്നും ചോദിക്കുന്ന കണക്കുകൾ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഉറപ്പായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇക്വേഷൻ മാത്രമേ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. R = R1 + R2 ആണ് സീരീസ് ആണെങ്കിൽ, 1/R = 1/R1 + 1/R2 ആണ് ആർക്ക്? പാരലൽ ആണെങ്കിൽ. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ പ്രോബ്ലം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യണം. ഇതിന് അവസാനം ഒരു സമയം നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യാൻ അറിയാലോ. ആ രീതിയിൽ പ്രോബ്ലം ചെയ്ത് വന്നാൽ മതി. നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മുടെ വീട്ടിലെ ഗൃഹവൈദ്യുതീകരണം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സർക്യൂട്ടിലെ ഏത് രീതിയിലാണ് നമ്മൾ ഡിവൈസുകളെ കണക്ട് ചെയ്തിട്ടുള്ളത്? നമ്മുടെ വീട്ടിൽ എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കി വെക്കുക. വി ആർ യൂസിങ് പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് ഞാൻ 10 ഇതിന് 20 കൊടുക്കാമെന്ന് വിചാരിക്കും. ഇത് 10 ഇതും 20 വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? R1 + R2 നമുക്ക് 30 കിട്ടും. ശരിയല്ലേ? പക്ഷെ അതേ സമയത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാലോ 1/10 + 1/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 + 10/200 ദാറ്റ് ഈസ് 30/200. 1/R ആയതുകൊണ്ട് നമ്മൾ തിരിച്ചിടണം. അപ്പോൾ R = 200/30 എന്ന് കിട്ടും. 0 ക്യാൻസൽ നമുക്ക് എന്താ കിട്ടും? 6.66 അങ്ങനെ പോവില്ലേ? നിങ്ങൾ നോക്കിയേ, ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 30 ആണ്, ഇവിടെ എത്രയാണ്? വെറും 6.6 ആണ്. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയ്ക്കുകയാണ് വേണ്ടത്. നമ്മുടെ വീട്ടിൽ ഒരുപാട് ചൂട് കൂടുതലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഡിവൈസും ചൂടായാലും എന്താ സംഭവിക്കുക? പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് റെസിസ്റ്റൻസ് കുറയ്ക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? കൂടാതെ ഇതിപ്പോൾ ഒരു ബൾബാണെന്ന് വിചാരിക്കൂ. ഓക്കെ, ബൾബാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനും ഇൻഡിവിജ്വൽ സ്വിച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ബൾബ് കത്തണമെങ്കിൽ ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി, ഈ ബൾബ് കത്തണമെങ്കിൽ ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. അതേപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണോ? സീരീസ് കണക്ഷനിൽ നമുക്കിതാ ഇവിടെ ഒരു സ്വിച്ച് ഞാൻ കൊടുത്തു വിചാരിക്കാം. ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ ഈ 2 ബൾബും കത്തും. ശരിയല്ലേ? അപ്പം മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തത് എഫക്റ്റീവ് റെസിസ്റ്റൻസ്, രണ്ടാമത്തത് ഇൻഡിവിജ്വൽ സ്വിച്ചിങ് ഈസ് പോസിബിൾ. ഓരോ ഉപകരണങ്ങൾക്കും പ്രത്യേകം സ്വിച്ചുകൾ കൊടുക്കാൻ എവിടെ സാധിക്കും? പാരലൽ കണക്ഷനിൽ സാധിക്കും. ഒരു കാര്യം കൂടിയുണ്ട്, ഇവിടെ കറണ്ട് സെയിം ആയിട്ടാണ് കിട്ടുക. അറിയാലോ,
പക്ഷേ ഇവിടെ കറണ്ട് വ്യത്യസ്തമായിട്ടാണ് കിട്ടുന്നത്. പാരലൽ മുകളിൽ I1 താഴെ I2 കിട്ടുക. പക്ഷേ ഇവിടെ എന്തായിരിക്കും, വോൾട്ടത സെയിം ആയിരിക്കും. പക്ഷേ സീരീസിൽ എങ്ങനെയാണ്, വോൾട്ടത V1ഉം ഇത് V2 ആയിരിക്കും. നമ്മുടെ ഡിവൈസുകൾക്കൊക്കെ കൃത്യമായ വോൾട്ടേജ് കിട്ടണം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഡിവൈസുകൾക്ക് എത്ര വോൾട്ടേജാണ് വേണ്ടത്, 220 to 230 വോൾട്ടേജ് ആണ് കേട്ടോ നമുക്ക് ഡിവൈസിൽ വേണ്ടത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി, ആവൃത്തി എത്രയാണെന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവാറുണ്ട്. അതും പഠിച്ചു വെക്കണം. 50 ഹെർട്സ് ആവൃത്തി. വോൾട്ടേജ് 220 മുതൽ 230 വോൾട്ട് വരെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ആവൃത്തി 50 ഹെർട്സ് ആണല്ലോ, അങ്ങനെയാണെങ്കിൽ എത്ര തവണ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ, ദിശ മാറുന്നു എന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട്. പഠിച്ചു വെക്കുക. 50 ഹെർട്സ് ആണ് എങ്കിൽ ഇതാണ് സംഭവം. ഇതാണ് 1 ഹെർട്സ് എന്ന് പറയുന്നത്. 1 സെക്കൻഡിൽ 1 വേവ്. അപ്പം തന്നെ ഇതാ ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി താഴ്ത്തും വന്നു. അപ്പം 2 തവണ ദിശ മാറുന്നുണ്ടെങ്കിൽ 50 വേവ് ഉണ്ടെങ്കിലോ 100 തവണ ദിശ മാറും. മനസ്സിലാക്കി വെക്കുക. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് മനസ്സിലാക്കുക. ഇനി ഇവിടെയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നിക്രോം. നിക്രോമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നിക്രോം എന്തായിട്ട് ഉപയോഗിക്കുന്നത്, നിക്രോം ഈസ് യൂസ്ഡ് ആസ് ഹീറ്റിംഗ് എലമെൻറ്റ്. നമ്മുടെ വീട്ടിലുള്ള താപന ഉപകരണങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഡിവൈസാണ് ഏത്, നിക്രോം എന്ന് പറയുന്നത്. നിങ്ങൾ കെമിസ്ട്രിയിലും പഠിച്ചതാണ് നിക്രോമിൻ്റെ പാർട്സ്. നിക്രോം ഈസ് ആൻ അലോയ്. ഇതൊരു ലോഹസങ്കരമാണ്. ഏതൊക്കെയാണ്, Ni സ്റ്റാൻഡ്സ് ഫോർ നിക്കൽ, CHR സ്റ്റാൻഡ്സ് ഫോർ ക്രോമിയം, M സ്റ്റാൻഡ്സ് ഫോർ മാംഗനീസ്, E സ്റ്റാൻഡ്സ് ഫോർ അയൺ. അപ്പോൾ ഏതൊക്കെയാണ്, നിക്കൽ, ക്രോമിയം, മാംഗനീസ്, അയൺ. ഇതാദ്യം നിങ്ങൾ എഴുതി വെക്കണം. രണ്ടാമത്തെ കാര്യം, നിക്രോമിന് ഹൈ റെസിസ്റ്റൻസ് ആണ്, ഉയർന്ന പ്രതിരോധം, കൂടാതെ ഹൈ റെസിസ്റ്റിവിറ്റി, കൂടാതെ ചുട്ടുപഴുത്ത അവസ്ഥയിൽ നന്നായിട്ട് താപം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്, നിക്രോമിനുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിക്രോം പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ചോദിക്കുന്ന മറ്റൊരാളാണ് ഫ്യൂസ്, നമ്മുടെ സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് സേഫ്റ്റി ഫ്യൂസ്? Safety fuse is a device which protect us and our equipments from a short circuit and overloading. പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ബ്രേക്കർ ഓഫ് ആവാറില്ലേ? പണ്ട് കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് കാലത്ത് ബ്രേക്കർ ഇല്ലല്ലോ. അതായത് ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്തൊന്നും ബ്രേക്കറൊന്നുമില്ല. എന്താണുള്ളത്, ഫ്യൂസാണുള്ളത്. ഫുൾ ടൈം എന്ത് ചെയ്യുന്നു, ഇടി മഴയൊക്കെ വരുമ്പോൾ ഇടിയൊക്കെ ഇട്ട് ഫ്യൂസ് അടിച്ചു പോയിരുന്നു. അപ്പോൾ എന്താ ഈ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ, ഫ്യൂസ് ഒരു വയറാണ് അല്ലേ, ഫ്യൂസ് വയർ. ഇതിൻ്റെ പാർട്സുകൾ നിങ്ങൾ പഠിക്കാമല്ലോ, എന്നാൽ ഞാൻ ഒന്ന് പറയുകയാണ്. പോർസലൈൻ ബ്ലോക്ക്, പോർസലൈൻ കാരിയർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഫ്യൂസ് വരെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ് മുതലായ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഫ്യൂസ് വയർ സ്വയം എന്ത് ചെയ്യും, ഉരുകി പൊട്ടിക്കും, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പം നമ്മുടെ ഈ സർക്യൂട്ടിലുള്ള വൈദ്യുതിയുടെ പ്രവാഹം എന്താവും, നിലയ്ക്കും. അപ്പം നമ്മുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യില്ല, വൈദ്യുതി കടന്നു വരില്ല. അപ്പം നമ്മളെ രക്ഷിക്കുന്ന ഉപകരണമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിക്രോമിൻ്റെയും ഫ്യൂസിൻ്റെയും കമ്പാരിസൺ ചോദിക്കാറുണ്ട്. ഫ്യൂസ് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്, നിക്രോം എന്തൊക്കെയാണ്, ഈ 4 എണ്ണം. ഫ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും സങ്കരമാണ്. SN എന്താണ്, ടിന്നാണ്. PB എന്താണ്, ലെഡാണ്. ചോദിക്കും, മനസ്സിലാക്കി വെക്കുക. ഇതും ലോഹസങ്കരമാണ്, ഫ്യൂസും ലോഹസങ്കരമാണ്. ഇനി ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഒരു വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട്, നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വയം ഫ്യൂസ് കിട്ടുന്ന അത്ര നല്ലതാണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എഴുതേണ്ടത്. എന്തുകൊണ്ടാണ്, നമ്മൾ ഫ്യൂസ് വയറിൽ സാധാരണ നമ്മൾ ചെമ്പ് കമ്പി ഉപയോഗിച്ചല്ലേ വീട്ടിൽ കെട്ടാറുള്ളത്. നമ്മളൊരു 10 ചെമ്പ് കമ്പി ഒരുമിച്ചെടുത്ത് ചുറ്റിയാൽ എങ്ങനെ ഉണ്ടാവും, നല്ല കട്ടി കൂടുതലുണ്ടാവില്ലേ. ഈ കട്ടി കൂടി എന്താ കുഴപ്പം, കട്ടി കൂടിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കൂടി ഒഴുകുന്ന കറണ്ടിൻ്റെ അളവും കൂടും, ഭയങ്കരമായിട്ട് കറണ്ട് പോകും. അഥവാ ഓവർലോഡായിട്ട് കറണ്ട് വന്നു കഴിഞ്ഞാലോ ഇത് പൊട്ടൂല. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, നിങ്ങളുടെ വീട്ടിലെ ഫ്യൂസ് നൂരി വെക്കാണ്ട് പരമാവധി 2 നൂൽക്കമ്പികളാണ് മിക്കവാറും ഉണ്ടാവുക. എന്തുകൊണ്ടാണ്, ഫ്യൂസ് ഉരുകി പൊട്ടിപ്പോണം. എപ്പം ഓവർലോഡിങ് ഉണ്ടാകുമ്പോഴും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോഴും. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാം. ഹൈ റെസിസ്റ്റൻസ് ആണ് നിക്രോമിനും, ഹൈ റെസിസ്റ്റൻസ് ആണ്. ഹൈ റെസിസ്റ്റിവിറ്റിയാണ് നിക്രോമിനും, ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് കേട്ടോ.
ഞാൻ ഇവിടെ എഴുതാൻ മറന്നുപോയി, നിക്രോമിൻ എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് തന്നെ തലയിൽ കയറും. ഓൾറെഡി പഠിച്ചതാണ്, എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഓർമ്മ പുതുക്കാൻ ഉപയോഗപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫ്യൂസ് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഷോർട്ട് സർക്യൂട്ട്, എന്താണ് ഓവർലോഡിങ് എന്നുള്ളതാണ്. ഓവർലോഡിങ് എന്തായിരിക്കും? നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു സ്വിച്ചിൽ, ഇതൊരു സ്വിച്ചാണെന്ന് വിചാരിക്കും, ഇതാ 3 പിൻ പ്ലഗ് ആണെന്ന് വിചാരിക്കും. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഡിവൈസ് ഉണ്ട്, ഇടയ്ക്ക് നിങ്ങൾ വാങ്ങി വെക്കുന്ന സാധനം അത്. അതായത് മുകളിൽ 2 പിന്നുകളുണ്ടാവും, ഇവിടെ പിന്നുണ്ടാവും, ഇങ്ങനെ കുത്തി വെക്കാൻ പറ്റും, ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൊബൈൽ ചാർജർ കൊണ്ടുവരും ഇവിടെ കണക്ട് ചെയ്ത് വെക്കാം, ഫാൻ പോയി ഇവിടെ കണക്ട് ചെയ്ത് വെക്കാം, മറ്റൊരു ഡിവൈസ് ഇവിടെ കണക്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പിന്നില്ലേ, ഡിവൈസിൻ്റെ പിന്നിലൂടെ ഓവറായിട്ട് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഓവറായിട്ട് കറണ്ട് ഫ്ലോ ചെയ്താൽ എന്ത് സംഭവിക്കുക? ചൂട് കൂടിയിട്ട് ഇത് കത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനെ നമ്മളിത് വിളിക്കുന്നത് ഓവർലോഡിങ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് ഷോർട്ട് സർക്യൂട്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഏതൊരു വയർ നോക്കിയാലും 2 എണ്ണം ഉണ്ടാവില്ലേ? ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. നമ്മൾ ഫേസ് ന്യൂട്രൽ നമ്മുടെ വീട്ടിൽ പറയാറുണ്ട്. ഇങ്ങനെ പോസിറ്റീവ് വയറും നെഗറ്റീവ് വയറും ഒരിടത്ത് വെച്ച് എന്താകാൻ പാടില്ല? കൂട്ടിമുട്ടാൻ പാടില്ല. ഇപ്പോൾ ഒരു ബൾബിലേക്ക് തന്നെ കണക്ഷൻ പോവുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും? ഇതാ ബൾബിൻ്റെ ഇവിടെ ഒരു 2 നോബ് ഉണ്ടാവില്ലേ? ഈ നോബിലേക്ക് പോസിറ്റീവ് പോകുന്നു, ഈ നോബിലേക്ക് നെഗറ്റീവ് പോകുന്നു. ഇവർ ഒരിക്കലും ഇവിടുന്ന് എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല. അങ്ങനെ കൂട്ടിമുട്ടുന്നത് എപ്പോഴെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക? ഫ്യൂസ് അടിച്ചു പോകും. ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഫ്യൂസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്യൂസും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഓക്കെ, ഫ്യൂസ് കഴിഞ്ഞാൽ നമുക്കിനി മറ്റു കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അടുത്ത ഭാഗം ഇലക്ട്രിക് പവറാണ്. എന്താണ് പവർ എന്ന് പറഞ്ഞാൽ? നമ്മൾ പണ്ടൊരു പവർ പറഞ്ഞാൽ ആ പവർ അല്ല ഈ പവർ, ഇലക്ട്രിക് പവറാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഒരു AC ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അതേപോലെ ഒരു ബൾബ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ AC ആണോ ബൾബാണോ കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നത്? ഉറപ്പായിട്ടും AC ആയിരിക്കും. മറ്റൊരു ചോദ്യം കൂടി, ആർക്കാണ് കൂടുതൽ പവർ ഉള്ളത്? സോറി, ഞാൻ ചോദ്യം പറഞ്ഞാൽ മാറിപ്പോയി. ആരാണ് കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത്? AC ആയിരിക്കും. AC-ക്കാണോ ബൾബിനാണോ കൂടുതൽ പവർ ഉള്ളത്? അവിടെയാണ് പോയിന്റ്. നോക്കൂ, കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും AC ആണ്. അതേ സമയത്ത് കൂടുതൽ പവറും വേണ്ടത് ആർക്ക് തന്നെയാണ്? AC-ക്ക് തന്നെയാണ്. ബൾബിന് എത്ര മതി? കുറഞ്ഞ പവർ മതി. ഐഡിയ കിട്ടിയോ? ഇതെങ്ങനെ മനസ്സിലാക്കാം? ദ എനർജി കൺസ്യൂംഡ് ബൈ എ ഡിവൈസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് പവർ ഇൻ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു ഉപകരണം ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ അളവിനെ നമ്മൾ എന്ത് പറയുന്നത്? പവർ എന്ന് വിളിക്കുന്നത്. സോറി, ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ വൈദ്യുത പവർ എന്ന് വിളിക്കുന്നത്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വൈദ്യുത പവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 3 ഇക്വേഷൻസും കൂടാതെ 2 സബ് ഇക്വേഷൻസും പഠിക്കാനുണ്ട്. നോക്കൂ, നമ്മൾ H=I²RT ഇക്വേഷൻ പഠിച്ചതല്ലേ? ജൂൾസ് പോലെ അതേ സമയം V²T/R പഠിച്ചതാണ്. H=VIT പഠിച്ചതാണ്. ഈ 3 ഇക്വേഷൻ നമ്മൾ ഉറപ്പായിട്ട് ഓർമ്മയുണ്ടാവും. ഇതിൽ T അങ്ങോട്ട് ഒഴിവാക്കുക. എന്താ ഒഴിവാക്കണ്ടേ? T ഒഴിവാക്കിയാൽ നമുക്ക് ആ ഇക്വേഷൻ കിട്ടി, പവറിൻ്റെ ഇക്വേഷൻ കിട്ടി. I²R V²/R ആൻഡ് VI എന്നുള്ള ഇക്വേഷനാണ്. മനസ്സിലാക്കി വെക്കുക. സബായിട്ട് വരുന്ന 2 ഇക്വേഷൻസ് ആണ്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈമും പവർ ഈസ് ഈക്വൽ ടു H/ടൈമും. ഞാൻ പറയുകയാണ്, ഈ 2 ഇക്വേഷൻസും പല കുട്ടികളും അവോയ്ഡ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. പക്ഷേ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാണ്ട് പ്രധാനമായിട്ടും ഇവിടെ എ ഡിവൈസ് പ്രൊഡ്യൂസ് 2000 ജൂൾ ഓഫ് ഹീറ്റ് ഇൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞു വിചാരിക്കുക. ഫൈൻഡ് ഇറ്റ്സ് പവർ എന്ന് ചോദിച്ചാൽ പല കുട്ടികളും കൺഫ്യൂഷൻ ആയി നിൽക്കും. പവർ കാണാൻ 3 ഇക്വേഷൻ നമുക്കറിയാം, പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഹീറ്റ് തന്നിട്ടുള്ളത്, ഹീറ്റ് വെച്ച് കാണാൻ നമുക്കറിയില്ല അല്ലേ? അപ്പോൾ ഏത് നമ്മൾ I²RT പോയിട്ട് തിരിച്ചു വരും, അപ്പോൾ ബുദ്ധിമുട്ടി പോകും. അപ്പോൾ ഈ 2 ഇക്വേഷനും ഉറപ്പായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഞാൻ പ്രോബ്ലം ഒന്നും ചെയ്യുന്നില്ല, മനസ്സിലാക്കി എടുത്താൽ മതി. ഇതിൽ ഈ ഭാഗത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ തവണ ചോദിക്കുമെന്ന് തോന്നുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. ഇത് ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. നോക്കൂ, ഒരു ഡിവൈസിൻ്റെ പവർ 2000 വാട്ടാണ്. അല്ലെങ്കിൽ എ ഡിവൈസ് ഈസ് ലേബിൾഡ് ആസ് 2000 കേട്ടോ, 2000 വാട്ട് ആൻഡ് 220 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ബട്ട് ദ ഡിവൈസ് ഗെറ്റ്സ് ഓൺലി
110 വോൾട്ട്, ഡിവൈസിന് പകുതി വോൾട്ടേജ് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉള്ള പവർ കാണാനുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് കാണാന്നുള്ളതാണ്. കാരണം നമുക്ക് പവർ അറിയാം, വോൾട്ടേജ് അറിയാം. ന്യൂ പവർ കാണാൻ ഏത് ഉപയോഗിക്കണം? V²R ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം? ഈ R എവിടുന്ന് കണ്ടുപിടിക്കണം? ഇവിടുന്ന് കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഏതാണ്? P = V²R തന്നെ എന്ത് കണ്ടുപിടിക്കുക? ഈ R കണ്ടുപിടിക്കുക. R = V²P എന്ന് വരും. ഈ R കണ്ടുപിടിച്ചിട്ട് ഇവിടത്തേക്ക് വാല്യൂ കൊടുക്കുക. ന്യൂ വോൾട്ടേജ് 110 വോൾട്ടാണ്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഇവിടെ വാല്യൂ കൊടുത്താൽ മതി. ഇവിടെ സിമ്പിളായിട്ടൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വോൾട്ടേജ് നേരെ ഹാഫ് ആക്കിയതാണ്. നിങ്ങളുടെ പ്രോബ്ലം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ടിപ്പ് കിട്ടിയ ഈ ആൻസറും കിട്ടും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, മിക്കവാറും ചോദിക്കും. 2000 വാട്ട് നമ്മൾ വോൾട്ടേജ് ഹാഫ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ പവർ എന്ത് ചെയ്യുന്നറിയോ? 2 മടങ്ങ് 2 ടൈംസ് കുറയും. 2 ടൈംസ് കുറയുക പറഞ്ഞാൽ 1000 ആയിട്ടാണോ മാറുക? ഇത് ഹാഫ് അല്ല ആയിട്ടുള്ളൂ. ഇതിൻ്റെ പകുതി എത്രയായിട്ട് മാറും? 500 വാട്ടായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ വോൾട്ടേജ് ഈസ് ഹാഫ്ഡ്, പവർ വിൽ ഡിക്രീസ് 2 ടൈംസ്. ഈ ഹിൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ആ പ്രോബ്ലം ചെയ്യുക. അടുത്ത സെക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ലാമ്പിനെ പറ്റി പറയുന്ന ഏരിയ ആണ്. നമുക്ക് പ്രധാനമായിട്ടും 2 തരം ലാമ്പാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് 2 തരം ലാമ്പ്? ഒന്ന് ഫിലമെൻ്റ് ലാംപ്സ് എന്ന് പറയും, രണ്ടാമത്തത് ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയും. എ ലാമ്പ് വിച്ച് കൺസിസ്റ്റ് എ ഫിലമെൻറ്റ്, അത്തരം ലാമ്പാണെന്ത്? ഫിലമെൻ്റ് ലാമ്പ്. ഫിലമെൻ്റ് ഉള്ള ലാമ്പാണെന്ത്? ഫിലമെൻ്റ് ലാമ്പ്. ഒരേ ഒരു ലാമ്പിനോ ഫിലമെൻ്റ് ഉള്ളൂ, അതേതാണ്? അത് ഈസ് ഇൻകാൻഡസെൻ്റ് ലാമ്പ്. നമ്മൾ ബൾബേ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നില്ലേ, അതാണ് ആര്? ഇൻകാൻഡസെൻ്റ് ലാമ്പ്. ഇതിന് മാത്രം ഫിലമെൻ്റ് ഉള്ളൂ. ഫിലമെൻ്റ് ലാമ്പിൻ്റെ നെഗറ്റീവ്സ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് LED-യുമായിട്ട് കമ്പയർ ചെയ്തിട്ട്. ഞാൻ LED കൂടി പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലി കമ്പയർ ചെയ്യാം. ഇവിടെ 2 ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഫിലമെൻ്റ് ലാമ്പിൻ്റെ ഉള്ളിലുള്ള ഫിലമെൻ്റ് ഏതാണ്? ടങ്സ്റ്റൺ. ഫിലമെൻ്റ് ലാമ്പിൻ്റെ ഉള്ളിൽ നമ്മൾ അലസവാതകങ്ങളെ നിറയ്ക്കുന്നുണ്ട്. അതായത് 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് അല്ലേ, ആർഗൺ, നിയോൺ, അങ്ങനെയുള്ള ആൾക്കാരെ നിറയ്ക്കുന്നുണ്ട്. എന്തിനാണ്? ചോദ്യം ഉണ്ടാവേണ്ടത് എന്തിനാണ്? ടു reduce the heat energy produced by the filament. ഫിലമെൻ്റ് ചൂടായിട്ട് എന്തുണ്ടാവുന്നത്? പ്രകാശം പുറത്തേക്ക് വിടുന്നത്. സോ നമ്മുടെ 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഇല്ലേ, അവരെന്ത് ചെയ്യും? ദേ അബ്സോർബ് ഹീറ്റ് എനർജി. മനസ്സിലാക്കി വെക്കുക. പക്ഷേ നൗ വി ആർ യൂസിങ് ഹൈഡ്രജൻ ഇൻസൈഡ് ദ ലാമ്പ്. നമ്മൾ ഹൈഡ്രജനെയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ ലാമ്പിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നത്. അതും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിക്കണം? കാരണം നമ്മുടെ അലസവാതകങ്ങളല്ലേ, അവരെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഞാൻ പറഞ്ഞു, ഈ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അല്ല, നൈട്രജൻ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആരാ ഉള്ളത് നമ്മുടെ അന്തരീക്ഷത്തിൽ? നൈട്രജൻ ആണ്. സോ വി ഫിൽ നൈട്രജൻ ഗ്യാസ് ഇൻസൈഡ് ദ ലാമ്പ്. എന്നിട്ട് പഠിച്ചു വെക്കുക, നൈട്രജൻ ഈസ് ബിഹേവ് ആസ് ആൻ ഇനേർട്ട് ഗ്യാസ്. നൈട്രജൻ ഒരു അലസവാതകത്തെ പോലെ പെരുമാറും. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഡു നോട്ട് റിയാക്ട് വിത്ത് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്. ഫിലമെൻറ്റ് വരുന്നില്ല, റിയാക്ട് ചെയ്യില്ല. ഇവിടെയുള്ള 3ാമത്തെ ക്വസ്റ്റ്യൻ ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കും. ഹൈ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിവാർക്കുണ്ട്? നമ്മുടെ ടങ്സ്റ്റൺ ഫിലമെൻ്റ്. അപ്പോൾ ഫ്യൂസ് വയർ, നിക്രോം കോയിൽ, ടങ്സ്റ്റൺ കമ്പയർ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഫിലമെൻ്റ് ലാമ്പ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? ഡിസ്ചാർജ് ലാമ്പാണ്. ഡിസ്ചാർജ് ലാമ്പ് ഡു നോട്ട് കൺസിസ്റ്റ് എ ഫിലമെൻറ്റ്. അതിനെന്തുണ്ടാവില്ല? ഫിലമെൻറ്റ് ഉണ്ടാവില്ല. ഇറ്റ് പ്രൊഡ്യൂസ് ലൈറ്റ് ബൈ ഡിസ്ചാർജിങ് ഓഫ് ചാർജസ്. ചാർജുകളുടെ പ്രവാഹം മൂലമാണ് എന്തുണ്ടാവുന്നത്? പ്രകാശം ഉണ്ടാവുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തതാണ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. ട്യൂബ് എന്ന് പറയാറില്ലേ, അതാണ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. രണ്ടാമത്തത് CFL, ഫുൾ ഫോം അടിച്ചു വെക്കണം, കോമ്പാക്ട് ഫ്ലൂറസെൻ്റ് ലാമ്പ്. നമ്മുടെ CFL അല്ലേ, ഈ വലിയ ഫ്ലൂറസെൻ്റ് ലാമ്പിനെ ചെറുതാക്കിയ രൂപമാണ്, കോമ്പാക്ട് ചെയ്ത രൂപമാണ് എന്ത്? CFL. മൂന്നാമത്തത് LED, ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അടുത്തത് ആർക്ക് ലാമ്പ്. ഈ 4 പഠിച്ചു വെക്കണം. ഇതിൽ ഫ്ലൂറസെൻ്റ് ലാമ്പും CFL-ലും നമ്മൾ മെർക്കുറി ഗ്യാസ്
നിറയ്ക്കുന്നുണ്ട്. മെർക്കുറി ഗ്യാസ് നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിന് അതെന്താണ്, ഹാനികരമാണ്. അതുകൊണ്ട് എന്താവണം, അത് ഒഴിവാക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ചോദ്യം എങ്ങനെയാണ്, ഇത് അലസമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വലിച്ചെറിയാൻ പാടില്ല, എന്തുകൊണ്ട്, അങ്ങനെ ചോദ്യം ഉണ്ടാവാറുണ്ട്. ഇനി LED ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുന്നതും ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതുമായ വസ്തുവാണ് LED. LEDൻ്റെ പാർട്സ്, LEDൻ്റെ വർക്കിംഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അതൊക്കെ വളരെ എളുപ്പമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവാണ്. ആർക്ക് ലാമ്പ് കൂടി പറയുകയാണ്. ആർക്ക് ലാമ്പിൻ്റെ യൂസ് ഒന്ന് പഠിച്ചു വെക്കണം. ആർക്ക് ലാമ്പ് ഈസ് യൂസ്ഡ് ഇൻ സ്റ്റേഡിയം ലാമ്പ്. എവിടെയാണ് നമുക്ക് എക്സസ് എമൗണ്ട് ഓഫ് ലൈറ്റ് വേണ്ടത്, അവിടെയൊക്കെ നമ്മൾ ആർക്ക് ലാമ്പിന് ഉപയോഗിക്കും. സ്റ്റേഡിയം ലാമ്പ്, അതേപോലെ തന്നെ സെർച്ച് ലാമ്പായിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ പിന്നെ ലൈറ്റ് ഹൗസുകളിലൊക്കെ ആർക്ക് ലാമ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ലാമ്പിൻ്റെ ടോപ്പിക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ ചാപ്റ്ററിനുള്ള കാര്യങ്ങളൊക്കെ ഫിനിഷ് ആവും. ഇനി ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോബ്ലം കൂടിയുണ്ട്. നമ്മുടെ പൊട്ടിയ ബൾബില്ലേ, അത് നമ്മൾ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു പൊട്ടിയ ബൾബ്, അതിൻ്റെ ടങ്സ്റ്റൺ ഫിലമെൻ്റ് പൊട്ടിക്കിടക്കുകയാണ്. ഈ ഫിലമെൻ്റ് നമ്മൾ റീജോയിൻ ചെയ്യിപ്പിച്ച് കണക്ട് ചെയ്താൽ എന്തുണ്ടാവുള്ള പ്രോബ്ലം ഉണ്ട്, അറിയാലോ. എന്താ സംഭവിക്കുക, പ്രകാശ തീവ്രത കൂടും, പക്ഷെ കുറച്ച് കഴിഞ്ഞ് പൊട്ടിപ്പോവും. അതായത് ആദ്യം ഫിലമെൻ്റ് ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു, അത് പൊട്ടുന്നു. അത് പൊട്ടി നമ്മൾ റീകണക്ട് ചെയ്യുകയാണ്. റീകണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ റീകണക്ട് ചെയ്യുക, ഇതിങ്ങോട്ടേക്ക് വന്നതാ ഇങ്ങനെയൊക്കെ ഇല്ലേ, അതായത് എന്ത് ചെയ്യും, ആദ്യമുള്ള ലെങ്ത് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ലെങ്ത് കുറഞ്ഞാൽ പ്രതിരോധവും കുറയും. ലെങ്ത് ഡിക്രീസ്, റെസിസ്റ്റൻസ് ഓൾസോ ഡിക്രീസ്. ഈ റെസിസ്റ്റൻസ് ഡിക്രീസ് വാട്ട് ഹാപ്പൻ, കറണ്ട് ഫ്ലോ വിൽ ബി ഇൻക്രീസ്. കറണ്ടിൻ്റെ ഫ്ലോ എന്ത് ചെയ്യും, കൂടും. അങ്ങനെ കൂടിയാലോ നന്നായിട്ട് പ്രകാശം ഉണ്ടാവും. പക്ഷെ അങ്ങനെ നന്നായിട്ട് പ്രകാശം വന്നു കഴിഞ്ഞാൽ I കൂടിയാൽ I², I കൂടിയാൽ H=I²RT പ്രകാരം എന്ത് ചെയ്യും, നന്നായിട്ട് താപം ഉണ്ടാവും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ ബൾബ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മനസ്സിലായല്ലോ. എന്താ സംഭവിക്കുക, പവർ വിൽ ബി ഇൻക്രീസ് ഓർ ലൈറ്റ് എമിഷൻ വിൽ ബി ഇൻക്രീസ്, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് വിൽ ബി ഇൻക്രീസ്, ബട്ട് ഇറ്റ് വിൽ ബ്രേക്ക് ആഫ്റ്റർ സം ടൈം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മൾ പതുക്കെ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഏത് രണ്ടാമത്തെ ചാപ്റ്റർ, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതായത് അല്ലെങ്കിൽ വൈദ്യുതിയുടെ കാന്തിക ഫലം. വൈദ്യുതിയുടെ കാന്തിക ഫലം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇതാണ്. ഇതിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണ് മാഗ്നറ്റ്, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പഠിക്കണം. മാഗ്നറ്റ് ഇത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്, സാധാരണ കാന്തമാണ്. നോർത്ത് ടു സൗത്ത് ആണ് എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഇനി എന്താണ് കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സംഭവത്തിലേ ഉള്ളൂ, നമ്മൾ ഇവിടെ ഒരു അയണിൽ വെച്ച് എന്ത് ചെയ്യും, അത് അട്രാക്ട് ചെയ്യും, അല്ലേ. സോ വി ഹാവ് ടു സേ ദാറ്റ് വെൻ വി പ്ലേസ് എൻ അനദർ മാഗ്നറ്റ് ഓർ എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഓർ എ മെറ്റൽ, നമ്മളിതാ ഒരു കാന്തത്തിൻ്റെ അടുത്ത് ഒരു മാഗ്നറ്റോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലോ വെച്ചൊന്ന് വിചാരിക്കുക. ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ് ഓർ റിപ്പൽ, അല്ലേ. ഇവിടെ സൗത്തും നോർത്തും ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ്. ഇനി മറ്റൊരു മാഗ്നറ്റ് ഇവിടെ വെച്ചു, ഇതിൻ്റെ സൗത്ത് ആണെങ്കിലോ ഇറ്റ് വിൽ ബി റിപ്പൽ ടുഗദർ. സോ വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് ഈസ് എ ഫീൽഡ് അറൗണ്ട് എ മാഗ്നറ്റ് ഇൻ വിച്ച് വി പ്ലേസ് ആൻ അനദർ മാഗ്നറ്റ് ഓർ എ metallic substance. It will be attracted or repelled by the magnet. അതായത് ഒരു കാന്തത്തിന് ചുറ്റുമുള്ള ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് നമ്മൾ മറ്റൊരു കാന്തം വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. കാന്തിക മണ്ഡലത്തിൻ്റെ രീതി മനസ്സിലാക്കി വെക്കുക. കാന്തിക ബലരേഖ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. അതെപ്പോഴും നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, ഒരു സോളിനോട് തരുന്നു, സോളിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, കറണ്ട് പാസ് ചെയ്ത് വിടുന്നു. ശ്രദ്ധിച്ചു വെക്കുക, പഠിച്ചു വെക്കുക. ഇവിടെ പോസിറ്റീവാണ്, അപ്പോൾ കറണ്ട് ഇതാ ഇങ്ങനെയാണ്, ഇങ്ങോട്ടേക്കാണ് പോവുക. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കറണ്ടിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഡയറക്ഷൻ എന്തായിരിക്കും, ഇറ്റ് ഓൾവേസ് ഓപ്പോസിറ്റ്. എപ്പോഴും എങ്ങനെ ഉണ്ടാവുക, സോളിനോട് എങ്ങനെ ഉണ്ടാവുക, ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളും. ഇറ്റ് ഈസ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇറ്റ് ബിഹേവ് ആസ് എ ഇലക്ട്രോ മാഗ്നറ്റ്. സോ എവറി മാഗ്നറ്റ് ഹാവ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, ആൻഡ് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. Because of that reason, this is the direction of magnetic field. ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഈ രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാവും. സോളിനോയിഡിൻ്റെ
സൗത്തും നോർത്തും കണ്ടുപിടിക്കാൻ ചോദിക്കും. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാനുള്ള റൂളാണ് ഇത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, പെരുവിരൽ നിയമം. ആ നിയമം വെച്ച് ഒരുപാട് ചോദ്യം ഉണ്ടാവും. നമുക്കൊരു സർക്യൂട്ട് തരുന്നു, ആ സർക്യൂട്ട് തന്നിട്ട് ആ ഒരു കണ്ടക്ടർ തരുന്നു. ഇതാണ് നമ്മുടെ കണ്ടക്ടർ. ഇതൊരു സർക്യൂട്ടുമായി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് സർക്യൂട്ടുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയല്ലേ കറണ്ട് പോകുന്നത്. അപ്പോൾ കറണ്ട് താഴോട്ടേക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് യൂസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താണ്? വലത് കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. എന്നിട്ടോ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് വൈദ്യുതിയുടെ ദിശ. അപ്പം മടക്കി വെച്ച വിരൽ എന്തായിരിക്കും? കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പിടിക്കണം. എന്ത് ചെയ്യുന്നറിയോ? മടക്കി വെച്ച വിരലല്ലേ. അപ്പം ഇതിൻ്റെ മുമ്പോട്ടേക്ക് ഈ വിരൽ പറയാണ് മുമ്പോട്ടേക്ക് പോകുന്നവരുടെ പറയാം. അപ്പം ഇങ്ങനെ കറക്കണം. ഇങ്ങനെ കറക്കിയതിന് ശേഷം നിങ്ങളെ മുഖത്തിന് നേരെ എങ്ങനെ കൊണ്ടുവന്ന് അങ്ങ് മനസ്സിലാവും. എങ്ങനെയാണത്? ഇതേതാണ്? ക്ലോക്ക് വൈസ് ആണ്. അപ്പം താഴോട്ടേക്കാണ് എങ്കിൽ ഇവിടെ എങ്ങനെ കിട്ടുന്നത്? ക്ലോക്ക് വൈസ്. ഇതല്ലേ ക്ലോക്ക് വൈസ്. അപ്പം മുകളിലേക്കാണ് എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ്. കറണ്ട് മുകളിലേക്കാണ് വെച്ചിട്ട് ഇതേപോലെ തന്നെ കറക്കി വെക്കേണ്ടി. കറക്കി ഇങ്ങനെ ഉണ്ടച്ചാലോ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം താഴോട്ടേക്കാണെങ്കിൽ ക്ലോക്ക് വൈസ്, മുകളിലേക്കാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ ആണല്ലോ. ഇനിതാ ഇതേപോലെ സോളിനോയിഡ് പറയും. സോളിനോയിഡ് കൂടി കറണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് വിചാരിക്കുമോ? എന്നിട്ടോ ഇതിൻ്റെ രണ്ട് സൈഡ് ഇത് സൗത്ത് ആണോ നോർത്ത് ആണോ എന്ന് ചോദിക്കും. അപ്പം എങ്ങനെ പിടിക്കണം എന്നറിയോ? സോളിനോട് ഇങ്ങനെയാണ് കറണ്ട് പോകുന്നതെന്ന് വിചാരിക്കും. അപ്പം എന്ത് ചെയ്യുക? ഇതാണ് സോളിനോട് എന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനെ വിചാരിച്ചാൽ മതി. കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഈ സൈഡ് നോക്കുക. എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ കറങ്ങണേ. ഇങ്ങനെ കറങ്ങണ ഏതാണ്? പിടിച്ചു നോക്കി അങ്ങ് മനസ്സിലാവും. ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഈ സൈഡ് എന്താണ്? കറണ്ട് ഇങ്ങോട്ടാണ് പോകുന്നത്. ഈ സൈഡ് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇങ്ങനെ വരച്ച് വെക്കുക. ഓക്കെ. ഇനി സോളിനോട് തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ കറക്കേണ്ടി വരില്ലേ? ഇങ്ങനെ ഇറക്കുമ്പോൾ എന്താ കിട്ടുക? ക്ലോക്ക് വൈസ്. അപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് വൈസ് വരച്ച് വെക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു എസ്സും ഒരു എന്നും വരച്ച് വെക്കുക. കുറച്ച് വളച്ച് വരച്ചാൽ നമുക്കിത് ഇങ്ങനെ കിട്ടും. അപ്പോൾ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് പോകാനാണ് പറയുന്നത്. കണ്ടോ? അപ്പോൾ എന്നാണെങ്കിൽ അത് ഏതാണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇവിടെ എൻ. ക്ലിയർ? എസ് ആണെങ്കിലോ ഇങ്ങനെ. കണ്ടോ? ക്ലോക്ക് വൈസ്. അപ്പോൾ എന്ത് കിട്ടി? നമ്മൾ നേരത്തെ പറഞ്ഞു ഓർക്കുന്നില്ലേ? കറണ്ട് അങ്ങോട്ടേ പോകുന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ്? നോർത്ത് നിന്നും സൗത്തിലേക്കാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഇനി ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ക്രൂ റൂളുകൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്ക്രൂ റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം സാധനം കോർക്ക് സ്ക്രൂ. കണ്ടോ? ഇതിൻ്റെ മൂടി ഞാൻ ഊരി എടുക്കുകയാണ്. ഇങ്ങനെ തിരിക്കുമ്പോൾ മുകളിലേക്കല്ലേ മൂടി വരുന്നത് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ മുകളിലേക്ക് ഞാൻ മായ്ച്ചു. മുകളിലേക്ക് ആകുമ്പോൾ പിന്നെ ടൈറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസിൽ നമ്മൾ കറക്കുക. അപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങിപ്പോകും. താഴോട്ടേക്കാണെങ്കിൽ ക്ലോക്ക് വൈസ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഉള്ളതാണ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. എന്താണ്? Stretch your thumb, forefinger and middle finger such a way that they are mutually perpendicular together. Left hand rule is used to find out ലെഫ്റ്റ് അല്ലേ, ഇടത്ത് കൈ നിയമമാണ്. എഫ് കണ്ടോ? എഫിന് എന്ത് സൂചിപ്പിക്കാം? ഫോഴ്സ്. ചാലകത്തിൻ്റെ ചലനദിശ. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അല്ലേ ചാലകം ചലിക്കുള്ളൂ. അപ്പോൾ ഫോഴ്സിൻ്റെ ദിശയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക? ഒരു യു മാഗ്നറ്റ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആയിരിക്കും ഒരു സോളിനോട് ഒരു കണ്ടക്ടർ ഇങ്ങനെ വെക്കുന്നു. ആ കണ്ടക്ടർ കൂടെ എന്ത് പോകുന്നു? കറണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ചാലകം ചലിക്കുമല്ലോ. അങ്ങനെ ചലിക്കുന്നുണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് ചലിക്കും എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ കറണ്ട് ഇങ്ങനെ വരുന്നു. ഇതാണ് നമ്മുടെ കണ്ടക്ടർ, നോർത്ത് ടു സൗത്ത്. അപ്പോൾ എങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ടേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യണം? FBI ഇതാണ്. അപ്പോൾ താഴോട്ടേക്ക് വെക്കുക. കറണ്ട് എങ്ങോട്ടേക്കാണ്? കറണ്ട് അങ്ങോട്ടേക്കാണ്. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട്. അപ്പോൾ എങ്ങോട്ടേക്ക് ചലിക്കും? ഉള്ളോട്ടേക്ക് ചലിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? മോട്ടോർ പ്രിൻസിപ്പിൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുന്നത്. മോട്ടോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടോർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക,
നമ്മളെ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന ജനറേറ്റർ ഇല്ലേ, ആ ജനറേറ്ററുമായിട്ട് വളരെയധികം സാദൃശ്യം ആർക്കുണ്ട്? മോട്ടോറിനുണ്ട്. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, നമ്മുടെ വീട്ടിലൊക്കെ മോട്ടോറില്ലടാ. നമ്മുടെ വീട്ടിലെ മോട്ടോർ നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം? കറണ്ട് കൊടുക്കണം. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രോബ്ലം തരികയാണെങ്കിൽ അല്ലെങ്കിൽ പിക്ചർ തരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു വോൾട്ടേജ് സപ്ലൈ ഉണ്ടെങ്കിൽ അതെന്താണ്? മോട്ടോറാണ്. മോട്ടോർ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? മോട്ടോർ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇത് റിങ് 1ഉം ഇത് റിങ് 2 ആക്കാം. ഇവയെ നമ്മൾ കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കാറുണ്ട്. കമ്മ്യൂട്ടറിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇത് ബ്രഷ് 1ഉം ഇത് ബ്രഷ് 2ഉം ആണ്. ബ്രഷസ് ആർ മേഡപ്പ് ഓഫ് ഗ്രാഫൈറ്റ്. അത് ചോദ്യം ഉണ്ടാവാറുണ്ട്, എന്തുകൊണ്ടാണ് ബ്രഷ് നമ്മൾ ഗ്രാഫൈറ്റ് ആക്കിയിരിക്കുന്നത്? ഗ്രാഫൈറ്റ് ഈസ് എ നോൺ മെറ്റൽ. രണ്ട് മെറ്റൽ തമ്മിൽ ഉരതിയാൽ, റിങ്സ് ആർ മെറ്റൽസ്, രണ്ട് മെറ്റൽ നമ്മളിങ്ങനെ റബ്ബ് ചെയ്താൽ ഭയങ്കര ഫ്രിക്ഷൻ ഉണ്ടാവും. നമുക്കറിയാം ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യും, അങ്ങനെ മോട്ടോർ വർക്ക് ചെയ്യണേ. അപ്പോൾ രണ്ട് മെറ്റൽസ്, ലോഹങ്ങൾ തമ്മിൽ ഉരസിയാൽ അവിടെ സ്പാർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊരു നോൺ മെറ്റൽ ആണെങ്കിലോ ടെമ്പറേച്ചർ കുറയും, സ്പാർക്ക് കുറയും, അപ്പോൾ കത്തിപ്പോകാനുള്ള ചാൻസ് വളരെ കുറയും. ഓക്കെ, അപ്പോൾ കറണ്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇത് A B C D എന്ന് കൊടുക്കുകയാണ് ആർമേച്ചറിൻ്റെ കാര്യം. അപ്പം നോർത്ത് ടു സൗത്ത് എന്ത് പോകുന്നു? എന്താ പോവുക? മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും പോവും. ആർമേച്ചർ കോയിലിൽ നിന്ന് A to B മുകളിലേക്ക് കറണ്ട്, B to C, then C to D, ഇങ്ങനെയല്ലേ പോവാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാനുള്ള കാര്യമാണ്. ബിക്കോസ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. അതായത് ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു ആർമേച്ചർ വെച്ചിട്ട് അല്ലെങ്കിൽ ചാലകം വെച്ചിട്ട് അതിനുള്ളിൽ കൂടി കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബലം ഉണ്ടാകും എന്നുള്ളതാണ് എന്ത്? മോട്ടോർ പ്രിൻസിപ്പിൾ. അറിയാലോ? അപ്പോൾ FBI നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താണ്? ഫോഴ്സാണ്. ഈ മോട്ടോറിൻ്റെ ആർമേച്ചർ കോയിലിൻ്റെ ചലനദിശയെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ B മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങോട്ടേക്കല്ലേ മാഗ്നറ്റിക് ഫീൽഡ് പോണേ? കറക്റ്റ് അല്ലേ? ഇതാ കറണ്ട് എങ്ങോട്ടേക്കാണ്? A to B മുകളിലേക്ക്. അപ്പോൾ ഇങ്ങനെ പിടിക്കണം, കണ്ടോ? അപ്പോൾ ഇതാ നോക്കിയതാ, ഇതോടെ ഉണ്ട് കേട്ടോ, ഉള്ളോട്ടേക്കല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഉള്ളോട്ടേക്ക് എന്ത് പോവും? കറണ്ട് പോവും. മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് മുകളിലേക്ക്, അപ്പോൾ ഉള്ളോട്ടേക്ക്. അപ്പോൾ A to B അങ്ങോട്ടേക്ക് ഒരു കറണ്ട് ഉണ്ടാവും. പിന്നെ B to C എന്ന് പറഞ്ഞാൽ കറണ്ട് ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡും ഇങ്ങനെയാണ്, കറണ്ടും ഇങ്ങനെയാണ്, പാരലലാണ്. നിങ്ങൾക്കറിയാം ഇതൊരു ചോദ്യമാണ്. പാരലൽ ഓർ ആൻറ്റി പാരലൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല? ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അറിയാം. പിന്നെ C to D താഴോട്ടേക്ക് വരുന്നു. അപ്പോൾ എന്ത് പിടിക്കണം? മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് എങ്ങോട്ടേക്കാണ്? താഴോട്ടേക്കാണ്. അപ്പോൾ എങ്ങോട്ടേക്കാണ് ഫോഴ്സ്? പുറത്തേക്ക്. അപ്പോൾ ഇങ്ങോട്ടേക്ക്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ആർമേച്ചർ എന്ത് ചെയ്യും? കറങ്ങാൻ തുടങ്ങും. ഇനി കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫംഗ്ഷനാണ് ചോദിക്കുന്നത്. ഒറ്റ കറക്കം കറയുമ്പോൾ ഇവിടെ ആര് വരും? ഈ D ഇപ്പുറത്തെത്തും, A ഇപ്പുറത്താവും, ഇവിടെ Bയും ഇവിടെ Cയും. അപ്പോൾ ആരും മാറും? ഇവിടെ B2 ആവും, ഇവിടെ B1 ആവും. റിങ്സ് മാറില്ല കേട്ടോ. പിന്നെ എങ്ങനെയാണ് പോണത്? നേരത്തെ B1 കൂടെ പോയ കറണ്ട് ഇപ്പോൾ B2 കൂടെ പോണത്. സോ ദ കമ്മ്യൂട്ടേറ്റേഴ്സ് ആർ ഹെൽപ്പ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ ആർമേച്ചർ കോയിൽ. ആർമേച്ചർ കോയിൽ കൂടി ഒഴുകുന്ന വൈദ്യുതിയുടെ ദിശ മാറ്റുവാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? കമ്മ്യൂട്ടേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ മോട്ടോർ തത്വവും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ കൂടുതലും പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റൊരു ചാനലിൽ എൻ്റെ കൂടുതൽ വീഡിയോസ് ഉണ്ട്. ആ ചാനലിൻ്റെ പേര് ട്രിസ് iTutor എന്നാണ്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഹോൾ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമയമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. സോ വൺ മോർ, താങ്ക് യു ഓൾ ഓഫ് യു.